ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഫുൾ പ്ലാന്റ്സും അതിൻ്റെ പോട്ടിങ്ങും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. പെട്ടെന്ന് ചീത്താവാത്ത കുറച്ച് പ്ലാന്റ്സുകൾ രണ്ടെണ്ണമാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റും മണി പ്ലാന്റും. എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ഇതിൻ്റെ റൂട്ടോട് കൂടി ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്തയച്ചത് കൊണ്ട് തന്നെ ഇത് ക്ലോസ്ഡ് ആയിട്ട് ഒരു 4 ദിവസമെങ്കിലും ഇരുന്ന് കാണും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൊടുത്തയച്ചതിന് വീട്ടിൽ പിടിച്ച കുറച്ച് മുളകും ഈ ചെറിയ ഓറഞ്ചും ഒക്കെ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് ദുബായ് വരെ കൊണ്ടുവന്നതാണ്. 4 ഡേയ്സ് എടുത്തു കയ്യിലെത്താനായിട്ട്. നമ്മുടെ ഒരു ക്ലോസ്ഡ് അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് എയർ കിട്ടാറില്ല. അപ്പോൾ പ്ലാന്റ്സ് വരുമ്പോഴത്തേക്കും ഒരു പീസ്ഫുൾ മൈൻഡും ആ ഒരു ഫ്രഷ് എയറും അതൊക്കെ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. മണി പ്ലാന്റൊക്കെ വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റ് സീനില്ല, പക്ഷെ മണി പ്ലാന്റ് വെള്ളത്തിലിട്ട് വളർത്താനായിട്ട് എനിക്കറിയാം. കാരണം വീക്ക്ലി വൺസ് വെള്ളം മാറ്റി കൊടുത്താൽ മതി. ബട്ട് അത് മണ്ണിൽ നടാനായിട്ട് വളർത്താനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. പിന്നെ സ്നേക്ക് പ്ലാന്റ്സ് കുറച്ച് അധികമുണ്ട്. കാരണം അത് പെട്ടെന്ന് ചീത്താവാത്തൊരു സംഭവമാണെന്ന് എനിക്കറിയാം. ഇൻഡോർ പ്ലാന്റ്സിൽ മെയിനായിട്ടുള്ള പെട്ടെന്നൊന്നും ചീത്താവാത്തൊരു പ്ലാന്റാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് കൊടുത്തയക്കാൻ പറഞ്ഞത്. പോട്ടിംഗ് സോയിൽ പക്ഷേ ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. ഡേ ടു ഡേന്ന് മേടിച്ചതാണ് 10 ദിർഹത്തിന്. അത് ആക്ച്വലി ഒരു 20 kg ഉണ്ട്. ഇതെന്ന് പറയുന്നത് വേസ്റ്റ് ബിന്നാണ് ആക്ച്വലി. ഇത് ഐക്യന്ന് കിട്ടുന്ന ഒരു വേസ്റ്റ് ബിൻ ഹാക്കാണ് കേട്ടോ. 3 AD മാത്രമുള്ള ഐക്യന്ന് കിട്ടുന്ന വേസ്റ്റ് ബിന്നാണ്. അപ്പോൾ ഇത് ഞാൻ പോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്നും പറഞ്ഞ് തന്നെയാണ് ഞാൻ മേടിച്ചത്. നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് കുറച്ച് അധികം കുഴിയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കല്ല് നിറച്ചിട്ട് പിന്നെ മണ്ണ് നിറച്ചത് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട്. പിന്നെ ഓൾസോ ഈ ഒരു ചെട്ടി മേടിച്ചതും ഡേ ടു ഡേന്ന് തന്നെയാണ്. സോയിൽ വാങ്ങാൻ പോയപ്പോൾ കൂടെ മേടിച്ച ചട്ടിയാണിത്. ആൻഡ് അതിലും നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത്. കാരണം അത് കുറച്ച് 2-3 ഐറ്റത്തിൽ വെച്ച് അതിനെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ഇവിടെ നിന്നൊന്നും ഒരു ചെടിയും മേടിച്ചിട്ടില്ല ആക്ച്വലി. ഇവിടുത്തെ ഷോപ്പിൽ നിന്നൊന്നും ഒരു ചെടിയും മേടിച്ചിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഒരുപാട് ചെടികളുണ്ട്. എൻ്റെ ഉമ്മക്ക് ചെടിയോടുള്ള ക്രേസ് കൂടുതലാണ്. ഒരുപാട് ക്രേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ ചെടികളാണ്. ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അത്രയ്ക്ക് ലോഡ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് എനിക്ക് കൊണ്ടുവരാനേ പറ്റിയിട്ടില്ല ഒരു ചെടിയും. കാരണം അധികം വീട്ടു സാധനങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞ് ഫുള്ളായിട്ടാണ് ഞാൻ വന്നത്. എക്സ്ട്രാ ലഗേജ് വരെ എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഇതിപ്പം ഒരാൾ വരാനുണ്ടായിരുന്നു, അങ്ങനെ കൊടുത്തയച്ചതാണ്. എന്നാൽ എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികൾ ഉണ്ടെങ്കിൽ കൂടി ഞാനത് തിരിഞ്ഞു പോലും നോക്കാറില്ല. അതിൻ്റെ ആ ഒരു അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ ഒരു ക്ലോസ്ഡ് അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നപ്പോൾ ഒരു ചെടി അല്ലെങ്കിൽ 2-3 ചെടികൾ വെക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നി. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ ഓരോ പോട്ട്സും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ മേടിച്ച സാധനങ്ങളാണ്. ഈ ഒരു പോട്ട് 5 ADക്ക് എന്തോ ആണ് മേടിച്ചതെന്ന് തോന്നുന്നു. എവിടെയോ ഓഫർ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇവിടെയാണെന്ന് ഓർമ്മയില്ല. കാരിഫോറോ ലുലുവോ അങ്ങനെ എന്തോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണി പ്ലാന്റ്സ് കൂടുതൽ ഞാൻ വെള്ളത്തിലിട്ട് വളർത്താനാണ് വെച്ചേക്കുന്നത്. ആകെ ഇത് മാത്രമാണ് ഞാൻ പോട്ട് ചെയ്തത് സോയിൽ വെച്ചിട്ട്. കാരണം എനിക്ക് വളരോ ഇല്ലെന്ന് നല്ല ഡൗട്ടുണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അത്ര തന്നെയാണ്. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഓരോ സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണ്. പിന്നെ ഞാൻ നെക്സ്റ്റായിട്ട് ഡേ ടു ഡേന്ന് മേടിച്ച ഒരു ഐറ്റമാണ് ഈ ഒരു സ്റ്റോൺസ്. ബ്ലാക്ക് സ്റ്റോൺസ് ആണ് ഞാൻ എടുത്തത്. ഇത് ഇത്രയും കൂടെ 3 ADക്ക് എന്തോ ആയിരുന്നു വരുന്നത്. പല ടൈപ്പ് സ്റ്റോൺസ് ഉണ്ട്, ചെറുതായാലും വലുതായാലും എല്ലാം ഡേ ടു ഡേയിൽ കിട്ടും. പിന്നെ ഈ സ്റ്റോൺസും ഞാൻ ഡേ ടു ഡേന്ന് മേടിച്ചത് തന്നെയാണ്. അത് കുറച്ച് മുമ്പ് മേടിച്ചതാണ്, പഴയതാണ്. പിന്നെ ഈ ഒരു ചെടി കണ്ടോ, ഈ ഒരു ചെടിയുടെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നടക്കാൻ പോകാൻ നേരത്ത് സൈഡിൽ പിടിച്ചിരുന്ന ഒരു ചെടി ഞാൻ കട്ട് ചെയ്തുകൊണ്ടൊന്ന് നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഓരോ ഐഡിയാസ് ഉപയോഗിച്ച് ഉള്ള സ്പേസ് വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഇനി ഈ പ്ലാന്റ്സുകളൊക്കെ വളരോ ഇല്ലയോ എന്നൊക്കെ വഴിയെ കാണാം. അപ്പോൾ അതുവരെക്കും ഓക്കെ, ബൈ ബൈ ഗൈസ്. അത്ര തന്നെയാണ്. ടാറ്റാ, ബൈ ബൈ.